ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ ഫ്രണ്ട്സും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ സുഖത്തിനും സന്തോഷത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഭഗവാന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ സാധാരണഗതിയിൽ വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കർക്കിടക മാസം വന്ന് 2-3 ദിവസം വൈകിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നേരെ തുടങ്ങാം അല്ലേ. അപ്പോൾ ഈ വർഷത്തെ 2026 കർക്കിടക മാസം തുടങ്ങിയിരിക്കുന്നത് ജൂലൈ 17-നാണ്. അതുപോലെ അത് എൻഡ് ചെയ്യുന്നത് അവസാനിക്കുന്നത് ഓഗസ്റ്റ് 16-ാം തീയതിയാണ്. അപ്പോൾ ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്കും മറ്റ് വീട്ടമ്മമാർക്ക് ഞാൻ പറയുന്ന വാക്കുകൾ, അതായത് ഒരു ഇൻസ്പിറേഷൻ ആകുന്നു എന്നറിഞ്ഞതിലും വളരെ സന്തോഷം. നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകം ഹൃദയത്തിൽ നിന്ന് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അപ്പം നേരെ നമുക്ക് പോയാലോ. വീടിൻ്റെ പോസിറ്റിവിറ്റിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനെനിക്ക് നല്ല ഒരു റെസ്പോൺസാണ് കിട്ടിയത്. നല്ല നല്ല കമൻറ്റ്സ് കിട്ടി. ധാരാളം ആൾക്കാരത് കണ്ടു. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇപ്പോഴും ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ മഴക്കാലത്തിൻ്റെ ഒരു തുടക്കം കൂടിയാണ്. അപ്പോൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ദാരിദ്ര്യ സൂചകമായ മാസമായും പഞ്ഞിൻ്റെ കാലം എന്നൊക്കെ പറയും. അതായത് എല്ലാത്തിനും കഷ്ടപ്പാടുള്ള ഒരു സമയം എന്ന് പറയുന്ന ഒരു സമയമാണ്. നമ്മുടെ ആരോഗ്യ പരിരക്ഷ, നമ്മുടെ മാനസികവും ശാരീരികവുമായി എല്ലാ രീതിയിലും നമ്മളെ തളർത്തുന്ന കൂടെ ഒരു മാസമാണ്, തളർത്തി കളയുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടകം എന്ന് പറയുന്നത്. കർക്കിടക കഞ്ഞി എന്ന് തന്നെ പറയും. ഔഷധക്കഞ്ഞി, ഔഷധക്കൂട്ടുകളെല്ലാം ചേർത്തുണ്ടാക്കുന്ന കഞ്ഞി കഴിക്കുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഫലപ്രദമാണെന്ന് പഴമക്കാർ പറഞ്ഞു വച്ചിരിക്കുന്നു. ഓക്കെ, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കർക്കിടക മാസത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും, രാമായണ മാസത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാ ത്രിസന്ധ്യയിലും 5 തിരിയിട്ട ഭദ്രദീപമാണ് കൊളുത്തുന്നത്. അത് കൊളുത്തുമ്പോൾ അതിൽ ഒരു പച്ചക്കർപ്പൂരവും, എണ്ണയിൽ ഒരു പച്ചക്കർപ്പൂരവും, ജവ്വാദ് എന്ന് പറയുന്ന വളരെ സുഗന്ധമുള്ള ഒരു സാധനം ഒരു ബോട്ടിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതും ചേർത്ത് നമ്മൾ എണ്ണയിൽ ഒഴിക്കുകയാണെങ്കിൽ, പച്ചക്കർപ്പൂരവും ജവ്വാദും കൂടെ ചേർത്ത് ഈ വിളക്ക് കൊളുത്തുന്ന എണ്ണയിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ അത് വീട് മുഴുവൻ നല്ല സുഗന്ധം പരക്കും. അതിൻ്റെ ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ അത് അങ്ങനെ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. എല്ലാ രാമായണ മാസ ത്രിസന്ധ്യകളിലും 5 തിരിയിട്ടുള്ള വിളക്ക് കൊളുത്തി രാമനാമം ജപിക്കുകയാണെങ്കിൽ വളരെ വീടിന് എല്ലാ രീതിയിലും അത് അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും ഒക്കെ കൊണ്ടുവരും എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, എന്തും നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മറ്റൊരാളെ നമ്മുടെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ സ്വന്തം മനസ്സുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഓരോരുത്തരും ഓരോ വീട്ടമ്മയും അങ്ങനെ ചെയ്യാനായി ശ്രമിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൽ മാറാലെയോ മറ്റെവിടെയെങ്കിലും നമുക്ക് ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാർക്ക് എപ്പോഴും ഇരുന്ന് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് ഓരോ റൂമായിട്ട് മാറാലേക്ക് അടിച്ചാൽ മതി. വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറക്കി വെളിയിൽ കൊണ്ടുപോയി കത്തിക്കാൻ എപ്പോഴാണോ നിങ്ങൾക്കൊരു അവസരം കിട്ടുന്നത് അപ്പോൾ അത് ചെയ്യുക. കാരണം നമുക്ക് പുറത്തുള്ള ജോലിയും വീട്ടിലെ ജോലിയും എല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ തളർന്ന് അവശതപ്പെട്ടു പോകും. അതുകൊണ്ട് അങ്ങനെ വേണ്ട, സമാധാനമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. നിർബന്ധമായും വിളക്ക് കൊളുത്തിക്കഴിഞ്ഞ് അതിൻ്റെ കരിയും പുകയും ഒക്കെ അപ്പോൾ തന്നെ ഒന്ന് വൃത്തിയാക്കി രാത്രി തന്നെ നീറ്റാക്കി വയ്ക്കുകയാണെങ്കിൽ അത് നമുക്കെല്ലാം കൊണ്ടും നല്ല കാര്യമാണെന്ന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പം അതൊക്കെ ചെയ്യുക. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പൂക്കൾ നമ്മൾ വെച്ചാൽ മതി. അല്ലാതെ പുറത്തുനിന്ന് വിലയ്ക്ക് തന്നെ പൂക്കൾ വാങ്ങിക്കൊണ്ടുവരണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. പൂക്കളില്ലാത്തവരാണെങ്കിൽ നമ്മൾ ജലം അത് വയ്ക്കും, അതിലൊരു തുളസി ഇലയിട്ട് നമുക്ക് അങ്ങനെയും വയ്ക്കാം. അപ്പം രാമായണം പാരായണം ചെയ്യാൻ അറിയുന്നവർ, എൻ്റെ കയ്യിലുള്ള രാമായണം ഈ രാമായണമാണ്. അധ്യാത്മ രാമായണം കിളിപ്പാട്ട് തുഞ്ചത്തെഴുത്തച്ഛൻ, ആ വേർഷനാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് മലയാളമായതുകൊണ്ട് തന്നെ ഞാനിത് വായിക്കും എന്നും എനിക്ക് പറ്റുന്ന രീതിയിൽ, നല്ല രീതിയിൽ അതിൻ്റെ താളാത്മകതയോടെ വായിക്കാനൊന്നും അറിഞ്ഞില്ലെങ്കിലും എനിക്ക് പറ്റുന്നതുപോലെ ഞാൻ രാമായണം വായിക്കാറുണ്ട്. അത് മനസ്സിന് വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ നൽകും. അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ചിന്തയാണ്. നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് അതിലെ വാചകങ്ങളും വരികളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലത് തൊടുന്നത്. അത് ഓരോരുത്തരും വായിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മലയാളത്തിലായതുകൊണ്ട് തന്നെ വായിക്കാൻ കുറച്ച് ശ്ലോകങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ സ്ഥിരം വായിക്കുമ്പോൾ അതങ്ങ് താനേ വന്നോളും. അപ്പോൾ
അതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ശ്രീരാമ പട്ടാഭിഷേക ഫോട്ടോ ഇതാ കണ്ടോ, ശ്രീരാമ പട്ടാഭിഷേക ഫോട്ടോ. ഇതാണ് ഞാൻ വിളക്ക് കൊളുത്തുന്നത് രാമായണ മാസം മുഴുവൻ. ഇതാണ് ശ്രീരാമ പട്ടാഭിഷേക ഫോട്ടോ എൻ്റെ കൈവശമുള്ളത്. ഇത് കുറേ നോക്കി നടന്നപ്പോഴാണ് കിട്ടിയത്. ഇനിയിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് പിന്നെ മനസ്സിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാലും മതി. ഫോട്ടോ ഇല്ല എന്ന് കരുതി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കില്ല എന്ന് വിചാരിക്കുന്നത് തീർത്തും തെറ്റായ ഒരു ധാരണയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ശ്രീരാമ ഭഗവാന്റെ അമ്പലങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ എന്നും പോകാൻ പറ്റുന്നവർ അടുത്തൊക്കെ ആണെങ്കിൽ എന്നും പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ എന്നും പോകുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ ഈ രാമായണ മാസത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ശ്രീരാമ സ്വാമിയുടെ അമ്പലത്തിൽ പോയി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. ഇനി ഒന്നും കൊടുത്തില്ലെങ്കിൽ അവിടെ ഭഗവാന്റെ അടുത്ത് പോയി ഇതുവരെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി എന്ന് പറഞ്ഞ് ഭഗവാനെ മനസ്സാ സ്മരിച്ച് തിരിച്ചു വന്നാലും മതി. അത് നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ദാനങ്ങൾ ചെയ്യുക, ദാനധർമ്മം എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേ നമ്മളാൽ കഴിയുന്ന ഒരാൾക്കൊരു ദിവസം ഒരു ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു നാക്കെടുക്കാ പ്രാണിക്കൊരു ഭക്ഷണം കൊടുക്കുക. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ വെളിയിൽ പക്ഷികളും അങ്ങനെയൊക്കെ വരുമല്ലോ, അപ്പോൾ അതിനൊരു വെള്ളവും അരിയോ അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങളോ എന്തെങ്കിലും പുറത്ത് വെച്ചിരുന്നാൽ മതി, അവർ വന്ന് കഴിച്ചോളും. പിന്നെ ഉറുമ്പിന് പറ്റുമെങ്കിൽ എന്തെങ്കിലും ഇടുക. വീടിൻ്റെ ഈ മൂലകളിലൊക്കെ എറുമ്പുണ്ടാവുമല്ലോ പുറത്ത്, അവിടെ ഇട്ട് കൊടുത്താൽ മതി. അരിമണികളോ അങ്ങനെ എന്തെങ്കിലും അത് കഴിച്ചോളും. അതും ഒരു നല്ല കാര്യമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ ഈ ഫുഡ് ഇവർക്ക് കൊടുക്കുമ്പോൾ അവരൊരു മനസ്സ് നിറയും, അവരുടെ വയറ് നിറയുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റിയായി വരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ് മനുഷ്യജന്മത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അതും ഒന്ന് ചെയ്യാൻ ശ്രമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഭഗവാനെ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്തുള്ള ഭസ്മവും പൊടികളും ഒക്കെ അപ്പം തന്നെ റിമൂവ് ചെയ്ത് ഒന്ന് തുടച്ച് വൃത്തിയാക്കി വയ്ക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ദശരഥ മഹാരാജാവിൻ്റെ കഥയാണ് നമ്മുടെ രാമായണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത്. ദശരഥ മഹാരാജാവ് എന്ന് പറയുന്ന കോസല രാജ്യത്തിൻ്റെ രാജാവായിരുന്നു. അപ്പോൾ കോസല രാജ്യം എന്ന് പറയുന്നതിൻ്റെ രാജധാനിയായ അയോധ്യയുടെ രാജാവായിരുന്നു നമ്മുടെ ദശരഥൻ. അപ്പോൾ ദശരഥന് 3 പത്നിമാരാണുള്ളത്. കൗസല്യ, സുമിത്ര, കൈകേയി എന്ന് പറയുന്ന 3 പേരാണുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് മക്കളില്ല. അപ്പോൾ ഇദ്ദേഹം നായാട്ടിൽ വിദഗ്ധനായിരുന്നു. അതുപോലെ തന്നെ പിന്നെ നന്മയുടെ പ്രതീകമാണ്. പ്രജകൾക്ക് വേണ്ടി എപ്പോഴും നന്മ മാത്രം ആലോചിക്കുന്ന ഒരു മഹാരാജാവായിരുന്നു ദശരഥ മഹാരാജാവ്. അപ്പോൾ അദ്ദേഹം പതിവ് പോലെ നായാട്ടിനിറങ്ങി വനമധ്യേ വെച്ച് ഒരാന വെള്ളം കുടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം അദ്ദേഹത്തിൻ്റെ കാതുകളിൽ വീഴുകയും അദ്ദേഹം പെട്ടെന്നൊന്നും നോക്കാതെ അതൊരു വന്യമൃഗമായിരിക്കുമെന്ന് വിചാരിച്ച് അമ്പ എഴുതുകയും ചെയ്യുന്നു. പക്ഷേ അവിടെ ചെന്ന് നോക്കുമ്പോൾ അത് ശ്രവൺ കുമാർ എന്ന് പറയുന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടി തൻ്റെ അന്ധരായ വൃദ്ധ മാതാപിതാക്കളെ ഒരു ആത്മീയ യാത്രയിൽ കൊണ്ടുപോവുകയായിരുന്നു. അവർക്ക് വെള്ളം ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അടുത്തുള്ള സരയൂ നദിയിൽ നിന്ന് വെള്ളം എടുക്കാൻ വന്നതാണ് ഈ കുട്ടി. അപ്പോൾ ഈ കുട്ടി മരിക്കുന്നതിന് മുന്നേ രാജാവിനോട് പറയും, എൻ്റെ അച്ഛനും അമ്മയും അവിടെ അന്ധരായതുകൊണ്ട് തന്നെ അവർക്ക് എവിടെയും പോകാൻ സാധിക്കില്ല, അവരെ ചുമന്നുകൊണ്ടാണ് ഞാൻ വരുന്നത്, അപ്പോൾ അവർക്ക് വെള്ളം വേണം, ഈ വെള്ളം അവിടെ എത്തിക്കൂ എന്ന് പറയുന്നു. മഹാരാജാവ് വേഗം കുറ്റബോധത്തോടെ ശ്രവൺ കുമാർ അവിടെ തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത്. ആ നദീതടത്തിൽ തന്നെ മരിച്ചു വീഴുന്നു. അവിടുന്ന് നേരെ ഈ കുട്ടിയുടെ മാതാപിതാക്കളടുത്തെത്തുന്നു. മാതാപിതാക്കൾ മകൻ മരിച്ച വിവരമറിയുമ്പോൾ ജീവത്യാഗം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ചിതയൊരുക്കി അതിലേക്ക് പ്രാണൻ വെടിയുന്നു. അപ്പോൾ അവർ ദശരഥ മഹാരാജാവിനെ ശപിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. എന്ത് ശാപമാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളും എന്നെപ്പോലെ എന്തൊക്കെ സുഖസൗകര്യത്തിൽ മഹാരാജാവാണെങ്കിലും നിങ്ങളും ഞങ്ങളെപ്പോലെ നിങ്ങളുടെ ജീവിത അവസാന കാലത്ത് ഞങ്ങളെപ്പോലെ നിങ്ങളും പുത്രശോകത്താൽ മരിക്കുമെന്നുള്ള ശാപം കൊടുത്ത് മരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കും അതിൻ്റെ തിരിച്ചടി ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ നന്മ ചെയ്താൽ നന്മ, നമ്മൾ തിന്മ ചെയ്താൽ തിന്മ എന്നുള്ളതാണല്ലോ ഇതിലുള്ള ഒരു ലൈഫ് ലെസൺ എന്ന് പറയുന്നത്. അപ്പോൾ കാലങ്ങൾ കഴിയുന്നു, ഇദ്ദേഹത്തിന് മക്കളില്ല. അപ്പോൾ പുത്രകാമേഷ്ടി യജ്ഞം നടത്തുന്നു സന്താന സൗഭാഗ്യത്തിന് വേണ്ടി. അതിൽ
അദ്ദേഹത്തിന് 4 മക്കൾ ജനിക്കുന്നു. കൗസല്യ, കൈകേയി, സുമിത്ര, ഇങ്ങനെ 3 വൈഫുകളിൽ നിന്ന് 4 മക്കളാണ് ജനിക്കുന്നത്. അതിൽ ശ്രീരാമൻ, ഭരതൻ, ശത്രുഘ്നൻ, ലക്ഷ്മണൻ, ഇങ്ങനെ 4 പേര് ജനിക്കുന്നു. കൗസല്യയുടെ മകനാണ് ശ്രീരാമൻ. ദശരഥ മഹാരാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട മകനും മൂത്ത മകനുമായിരുന്നു നമ്മുടെ രാമൻ. അപ്പോൾ ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ശ്രീരാമനെ പട്ടാഭിഷേകം ചെയ്യിക്കണം, അതായത് കിരീടമേൽപ്പിക്കണമെന്നായിരുന്നു ദശരഥ മഹാരാജാവിൻ്റെ ആഗ്രഹം. പക്ഷേ ഈ സമയത്ത് നമ്മുടെ കൈകേയി വന്ന് പറയും, കൈകേയിയുടെ മകനായ ഭരതന് രാജ്യം കൊടുക്കണം. കാരണം പണ്ടൊരു യുദ്ധത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ ജീവൻ രക്ഷിക്കുന്നത് കൈകേയിയാണ്. അപ്പോൾ കൈകേയിക്ക് ദശരഥൻ ഒരു വാക്ക് കൊടുത്തിരുന്നു, നീ എന്ത് ചോദിച്ചാലും ആ വരം ഞാൻ നൽകുമെന്ന്. അപ്പോൾ കൈകേയി ഈ സമയം നോക്കി രാമനെ പട്ടാഭിഷേകം ചെയ്യാൻ ശ്രീരാമസ്വാമിയെ പട്ടാഭിഷേകം ചെയ്യുന്ന സമയമെത്തിയപ്പോൾ വന്ന് പറയുന്നു, എൻ്റെ മകൻ ഭരതനാണ് ഇപ്പോൾ രാജ്യം കൊടുക്കേണ്ടത്, ആ വരം ഇപ്പോൾ താങ്കൾ പാലിക്കണമെന്ന് പറയുന്നു. വാക്ക് കൊടുത്താൽ ഒരിക്കലും തിരിച്ചെടുക്കാത്ത ആളാണ് ദശരഥ മഹാരാജാവ്. അതുകൊണ്ട് തന്നെ ശരി എന്ന് പറയുന്നു. അപ്പോൾ ഈ പകരം ശ്രീരാമനെ 14 വർഷത്തേക്ക് ദണ്ഡക എന്ന് പറയുന്ന ഉൾവനം, ആ വനത്തിലേക്ക് അയക്കുന്നു. അതിൻ്റെ കൂടെ ലക്ഷ്മണനും അതുപോലെ വേറെ ആരാണ് പോകുന്നത്, സീതാദേവിയും ഒക്കെ വനവാസത്തിലേക്ക് പോകുന്നു. ഭരതനെ രാജ്യാഭിഷേകം ചെയ്യണമെന്ന് കൈകേയിയുടെ ആവശ്യം സാധിക്കുന്നു? ദശരഥ മഹാരാജാവ് സമ്മതിക്കുന്നു. വാർദ്ധക്യകാലം എത്തിയിട്ടും ശ്രീരാമൻ വനവാസം കഴിഞ്ഞ് തിരിച്ചെത്താത്ത പുത്രദുഃഖത്തിൽ തന്നെ അദ്ദേഹം മരണപ്പെടുന്നു. അപ്പോൾ ആ വയസ്സായ അന്ധരായ മാതാപിതാക്കൾ കൊടുത്ത ശാപം അങ്ങനെ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് രാമായണത്തിനകത്ത് വിവരിക്കുന്ന കുറേ കഥാഭാഗങ്ങൾ വരുന്നത്. പിന്നീട് ശ്രീരാമനും സീതാദേവിയും ഒക്കെ തമ്മിലുള്ള സംഭാഷണങ്ങളും, ഇതിനിടയ്ക്ക് സീതാദേവിയെ രാവണൻ അപഹരിച്ച് ലങ്കയിലേക്ക് കൊണ്ടുപോകുന്ന കഥ, അവിടെ വാനര സഖ്യം ചേർന്ന് ഈ യുദ്ധം, ലങ്കയുമായുള്ള യുദ്ധം, രാമരാവണ യുദ്ധം, അത് യുദ്ധകാന്ഡം എന്ന പേരിലാണ് രാമായണത്തിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കഥ പോവുകയാണ്. സമുദ്രത്തിനെതിരെ അവർ പാലം തീർക്കുന്നു, രാംസേതു എന്ന് പറയുന്ന പാലം. അത് വാനരന്മാരാൽ തീർക്കുന്നു. വാനരൻ്റെ നേതാവായ സുഗ്രീവൻ അറിയാലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആ കഥ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും നല്ലത് മാത്രമായിരിക്കും സംഭവിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു ആത്മവിശ്വാസം, അതാണ് ഇത് കൊണ്ട് ഓരോരുത്തരും അർത്ഥമാക്കേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ വായിക്കാൻ കഴിയുന്നവരൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. മലയാള വിവർത്തനം എല്ലാവർക്കും വായിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ പറയാനുള്ളത്, നമ്മുടെ വീടിൻ്റെ ഈ പ്രധാന വാതിലുണ്ടല്ലോ, ആ പ്രധാന വാതിലിൻ്റെ വെളിയിൽ ഇങ്ങനെ ചിലരൊക്കെ ഹാരം വാങ്ങിച്ചിങ്ങനെ ഇടാറുണ്ട്. ഈ രാമായണ മാസം പൂ കൊണ്ട് കെട്ടിയ ഹാരം ഇടുന്നത് നല്ല കാര്യമാണ്. ചിലർ മാവിലേക്ക് തൂക്കാറുണ്ട്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പിന്നെ എന്നും വിളക്ക് കൊളുത്തുമ്പോൾ നമ്മുടെ തുളസി തറയിലും ഒരു അഗർബത്തി, അതായത് ശാമ്പ്രാണി തിരി ഒന്ന് കൊളുത്തി വയ്ക്കുക. പിന്നെ പൂക്കൾ, നമുക്ക് നല്ല സുഗന്ധമുള്ള പൂക്കളൊക്കെ കൊണ്ട് ഭഗവാനെ അലങ്കരിക്കാൻ പറ്റുമെങ്കിൽ അതും ഒരു നല്ല കാര്യമാണ്. പിന്നെ ചെറിയ ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം നിറച്ച് പച്ചക്കർപ്പൂരവും ഞാൻ പറഞ്ഞ ജോവാതും ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് പൂക്കൾ കൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഓരോ ദിവസവും പൂക്കളൊന്ന് മാറ്റി കൊടുത്താൽ മതി. ഈ വെള്ളവും മാറ്റണം. ചിലരൊക്കെ 3 ദിവസം ഒരുമിച്ചൊക്കെ വയ്ക്കും. ഞാൻ എൻ്റെ ചെറിയ ഉരുളി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഉരുളിയിൽ വെള്ളം കുറച്ചെടുത്ത് വെച്ചിട്ട് അതിൽ എന്നും ആ വെള്ളം അങ്ങ് മാറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. ചിലർ വിളക്ക് തേക്കാതെയൊക്കെ വിളക്ക് കൊളുത്തും. ഇന്ന് കൊളുത്തിയ ഇത് മതി നാളെയും എന്നുള്ള രീതിക്ക്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. വിളക്ക് ഡെയിലി വൃത്തിയാക്കി എന്നിട്ട് മാത്രമേ വിളക്ക് കൊളുത്താറുള്ളൂ. പിന്നെ കുളിക്കാതെയും വിളക്ക് ഞാൻ കൊളുത്താറില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എങ്ങനെ ചിലർ കൈയും കാലും ഒക്കെ മുഖവും ആരോഗ്യക്കേടുള്ളവരുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ആരോഗ്യമുള്ള വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ നമ്മൾ കുളിച്ചിട്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും ഉത്തമവും അഭികാമ്യമായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്ത് കാണും. കാരണം ദിവസങ്ങളിപ്പോൾ ഇത്രയായല്ലോ. എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ രാമായണത്തിൽ ഞാൻ വായിച്ചതെന്ന് പറഞ്ഞാൽ, ഏതൊരു വ്യക്തിയാണോ
കുറച്ച് ധനം കിട്ടുമ്പോൾ ആ ധനത്തിനെ അതിൻ്റേതായ മര്യാദ കൊടുത്ത് അതിന് നന്ദി പറഞ്ഞ് അതിനെ സൂക്ഷിക്കാത്തത്, അങ്ങനെയുള്ള ഒരാളിൻ്റെ അടുത്തേക്ക് സമ്പത്ത് ഒരിക്കലും വരില്ല എന്ന് ആണ് പറയുന്നത്. അതുപോലെ ആരാണോ നിമിഷങ്ങൾക്ക് വില കൊടുക്കാത്തത്, അതായത് സമയത്തിന് വില കൊടുക്കാത്തത്, ആരാണോ നിമിഷങ്ങൾക്ക് വില കൊടുക്കാത്തത്, അത്തരത്തിലുള്ള ആളിൻ്റെ അടുത്തേക്ക് അറിവ് ഒരിക്കലും വരില്ല എന്നാണ് പറയുന്നത്. നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക. അതുപോലെ താൻ ചെയ്യുന്ന കാര്യങ്ങൾ താൻ തന്നെ അനുഭവിക്കണം എന്നാണ് രാമായണം പറയുന്നത്. നമ്മളെന്ത് ചെയ്യുന്നു അത് നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം അതെപ്പോഴും നമ്മൾ ഓരോ ജോലി ചെയ്യുന്നതിന് മുന്നേ ആലോചിച്ചൊന്ന് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും എന്ന് എനിക്കും അനുഭവത്തിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ പോകുമ്പോഴും അതിൻ്റെ ഫലമാണല്ലോ നമുക്ക് കിട്ടുന്നതല്ലേ. അപ്പോൾ തീർച്ചയായും ഓരോ വീട്ടമ്മയും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കൈപ്പിഴകൾ ആർക്കാണ് പറ്റാത്തതല്ലേ? മനുഷ്യജന്മമെടുത്ത ഒരാളിനും ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കാനൊന്നും പറ്റില്ല. പക്ഷെ തെറ്റ് തിരിച്ചറിയുമ്പോൾ നമ്മളത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മുടെ ജീവിത ശൈലിയും ജീവിത രീതികളും മാറ്റുക. അതുപോലെ മറ്റുള്ളവൻ്റെ ഉയർച്ചയിൽ നമ്മൾ അസൂയപ്പെടാൻ പാടില്ല. അയ്യോ അയാൾക്കത് കിട്ടി, അല്ലെങ്കിൽ അവരെ വീട്ടിൽ അതുണ്ട്, അപ്പം നമുക്ക് അതില്ല എന്ന് പറഞ്ഞ് നമ്മൾ ദുഃഖിക്കേണ്ട. നമുക്ക് ആരോഗ്യമുണ്ടല്ലോ. ചിലപ്പോൾ ആ വീട്ടിലുള്ള ഒരാളിന് എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കും, ആരോഗ്യം ഉണ്ടാവില്ല, അത് നമുക്കറിയില്ല. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ട്, അവരുടെ വീട്ടിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ സമാധാനവും സന്തോഷവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലാം കൂടെ ഒരുമിച്ച് ഒരാൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളിൻ്റെ ഉയർച്ചയിൽ നമ്മൾ പാഴ്വാക്കുകൾ പറയാതിരിക്കുക. നിങ്ങൾക്ക് നമ്മൾ സന്തോഷിക്കുക. ശരി, അവർക്കത് വാങ്ങാൻ കഴിഞ്ഞല്ലോ, നല്ല കാര്യം എന്ന് ചിന്തിക്കാൻ പഠിക്കണം. ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ പണ്ടൊക്കെ ഭയങ്കരമായി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സാധനമൊക്കെ കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല, ഇവരെങ്ങനെ വാങ്ങിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ മറ്റുള്ളവരോട് ഞാൻ പങ്കുവച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളാരും അങ്ങനെ ചെയ്യാതിരിക്കുക. തീർച്ചയായും നമുക്ക് നാളെ ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകും. അതുകൊണ്ട് തന്നെ മറ്റൊരാളിൻ്റെ ഉയർച്ചയിൽ നമ്മൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പം ഞാനും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. മുമ്പ് ഒരുപാട് പറയുമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എന്തിനു പറയുന്നു, എന്നെക്കാൾ നല്ലൊരു പഠിപ്പിക്കുന്ന അധ്യാപികയെ കണ്ടാൽ പോലും എനിക്ക് അസൂയ വരാറുണ്ടായിരുന്നു. നോക്ക്, അവരെത്ര നന്നായിട്ട് പഠിപ്പിക്കുന്നു എന്ന് മറ്റൊരാൾ പറയുന്ന കേൾക്കുമ്പോൾ പോലും എനിക്കത് കേൾക്കാനുള്ള ധൈര്യം പോലും ഇല്ല. കാരണം എന്താണ്, എനിക്കത് ഇഷ്ടമില്ല അങ്ങനെ കേൾക്കുന്നത്. എന്നെക്കാൾ നന്നായി പഠിപ്പിക്കുന്ന ഒരാളിനെ കുറിച്ച് മറ്റൊരാൾ സംസാരിക്കുന്നത് പോലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. അപ്പോൾ തെറ്റുകൾ നമ്മൾ തിരുത്തുക എന്നുള്ളതാണ് രാമായണമായാലും ഏതൊരു മതഗ്രന്ഥമായാലും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തെറ്റിൽ നിന്ന് വീണ്ടും തെറ്റിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. ഓരോ വീട്ടമ്മയും അത് കരുതി വയ്ക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ നമ്മുടെ മക്കളെയൊക്കെ വഴക്ക് പറയുമ്പോൾ പാഴ്വാക്കുകൾ ഉപയോഗിച്ച് അവരെ ഒരിക്കലും വഴക്ക് പറയരുത്. കാരണം ചിലരൊക്കെ ഒരുപാട് പറയും, നീ നശിച്ചു പോട്ടെ, അല്ലെങ്കിൽ എനിക്കറിയാം നീ ഇത്തരത്തിലേ ചെയ്യുള്ളൂ എന്ന്. അങ്ങനെയൊന്നും നമ്മളൊരിക്കലും നമ്മളെ മക്കളെ പറയാൻ പാടില്ല. കാരണം വാക്കുകൾക്ക് അതിൻ്റേതായ ശക്തിയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വേണമെങ്കിൽ ദിവസത്തിൽ ഒരു 5 മിനിറ്റെങ്കിലും മൗനം പാലിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും എന്നെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മൗനത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും രാമായണ മാസകാലത്തെ ആശംസകൾ നേരുകയാണ്. എല്ലാവരുടെ വീട്ടിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ആയുരാരോഗ്യ സൗഖ്യവും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓക്കെ, സന്തോഷം. ലവ് യു ഓൾ. വീണ്ടും കാണാൻ കേട്ടോ അടുത്ത വീഡിയോയിലൂടെ.